ഒരു കാലത്ത് പന്തുകളി കാഴ്ചയ്ക്കപ്പുറം കേൾവിയുടേതായിരുന്നു. പഴയ മർഫി റേഡിയോയിൽ നിന്ന് ഉയരുന്ന അവ്യക്തവും ചടുലവുമായ കമൻട്രികളിലൂടെയാണ് ഭൂരിഭാഗം ജനങ്ങളും കളി ആസ്വദിച്ചത്. കമൻട്രേറ്റർമാരുടെ പദസമ്പത്തിനപ്പുറം പന്തുകൊണ്ട് കാൽപ്പനികത തീർത്ത 70കളിലെ ഇന്ത്യൻ ഫുട്ബോളിലെ മലയാള സാന്നിധ്യം ശ്രീ പ്രേംനാഥ് ഫിലിപ്പിൻ്റെ കായിക ജീവിതത്തിലൂടെ ഒരു യാത്ര. കോഴിക്കോട്ടെ വെസ്റ്റ് ഹില്ലിൽ 1957 നവംബർ 7 ലോറൻസ് ഫിലിപ്പിന്റെയും ജോസഫൈൻ ഫിലിപ്പിന്റെയും 4ാമത്തെ മകനായി ജനിച്ചു. ചെറുപ്പത്തിലെ ഫുട്ബോൾ കളിയിൽ ആകൃഷ്ടനായി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സെവൻസ് ഫുട്ബോളിൽ സജീവമായി. പ്രീമിയർ ടയേഴ്സിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്ത് കാലുറപ്പിച്ചു. 1977 ടെഹ്റാനിൽ നടന്ന ഏഷ്യ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. 1976 ജൂനിയർ നാഷണൽസിൽ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇന്ത്യയിലെ എക്കാലത്തെയും പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിനും മുഹമ്മദീൻ സ്പോർട്ടിങ്ങിനും വേണ്ടി 10 വർഷത്തോളം ജേഴ്സി അണിഞ്ഞു. പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ പരിശീലകനായി. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് ടു യു. വെൽക്കം ടു ട്രാക്ക് ആൻഡ് ഫീൽഡ്. താങ്കൾ എങ്ങനെയാണ് ഫുട്ബോൾ രംഗത്തേക്ക്? ഞാൻ കോഴിക്കോടുകാരൻ തന്നെയാണ്. ഞാൻ കോഴിക്കോട് ജനിച്ചതാണ്. അതായത് നമ്മളെ വെസ്റ്റ് ഹിൽ ഗ്രൗണ്ടിൽ ഇപ്പോഴത്തെ വിക്രം മൈതാൻ അതിൻ്റെ അടുത്ത് തന്നെ ഗ്രൗണ്ട് കണ്ണു തുറന്നാൽ ദിവസം രാവിലെ കാണുന്നത് ഗ്രൗണ്ടിലാണ്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ചെറുപ്പം മുതൽ എന്തോ ഒരു പ്രത്യേക ആകർഷണം ഫുട്ബോളിലേക്ക് വന്ന്. ഈ ഫാമിലിയിൽ വേറെ ആരെങ്കിലും കളിക്കുന്ന ആൾക്കാർ? ഫാമിലിയിൽ എൻ്റെ ഫാദർ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഫാദർ ഏതെങ്കിലും യങ് ചാലഞ്ചേഴ്സിന് വേണ്ടി കളിച്ചിരുന്നു. പിന്നെ കോമൺവെൽത്തിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ടീമിന് വേണ്ടി കളിച്ചു. അപ്പോൾ ഞാൻ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോളിലൂടെയല്ല ഞാൻ വളർന്നത്. ഞാൻ ടെന്നീസ് ബോൾ എന്നാണ് ഞാൻ വളർന്നത്. പഴയ ടെന്നീസ് ബോൾ എൻ്റെ ഫാദർ ചെറുപ്പമില്ല അത് വാങ്ങിത്തന്ന് രാവിലെ കൂട്ടിക്കൊണ്ടും. ടെന്നീസ് കളിക്കുന്നില്ല, പക്ഷെ ടെന്നീസ് ബോളാണ് അന്നത്തെ സമയത്ത് അവൈലബിളും ഏറ്റവും ഗുണം ചെയ്യുന്നതെന്ന് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഗുണം ശാസ്ത്രീയമായിട്ട് ഫുട്ബോൾ കുറച്ച് അറിയാം. അപ്പോൾ അതിൻ്റെ ഗുണം എനിക്ക് എൻ്റെ ലൈഫിൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ടെന്നീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പവർ, അപ്പോൾ പിന്നെ ബോൾ കൺട്രോൾ, ചെറിയ ബോൾ കൺട്രോൾ വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബോൾ എപ്പോഴും ശ്രദ്ധ വരുന്നത് വളരെ ചെറിയൊരു ബോൾ, അതിനെ നമ്മൾ കണ്ണ് കാണുന്നത് ശ്രദ്ധിച്ച് കാണുന്നു, കോൺസെൻട്രേഷൻ അതിൻ്റെ മേലെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് ദിവസം അച്ഛൻ രാവിലെ കൂട്ടി കൊണ്ടുപോകും, കളിപ്പിക്കും, പ്രാക്ടീസ് വരും. അപ്പം കുറേ പഴയ ആൾക്കാരുണ്ട് അവിടെ, പഴയ പ്ലേയേഴ്സ് കളിക്കാരവിടെ ഉണ്ട്. അവർ അച്ഛനോട് പറഞ്ഞ് ഈ പയ്യൻ കളിച്ച് വളരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അത് അച്ഛന് വലിയൊരു സന്തോഷമായി. ഈ ബ്രദേഴ്സ് ഉണ്ട്. എൻ്റെ ബ്രദർ വിനോദ് ഫിലിപ്പ് അത് MRC വെല്ലിംഗ്ടണിൽ കളിച്ചിരുന്നു. അവർ കുറച്ച് കൊല്ലം പിന്നെ സർവീസസിൽ കളിച്ച്. ബ്രദർ ഇപ്പോൾ ഓർക്കെ മിൽസിലുള്ളത്, ബോംബെ ഓർക്കെ മിൽസിലുള്ളത്, അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ മൂത്തൊരു ബ്രദറുണ്ട്, അത്യാവശ്യം സ്കൂൾ വരെ കളിച്ചു, കളി നിർത്തി പിന്നെ ജോലിയിലേക്ക് റൺസിലേക്ക് പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് നിൽക്കുന്നത്. അമ്മ ഹൗസ് വൈഫായിട്ട്. പക്ഷേ ഫാമിലി എല്ലാവരും ഫുട്ബോളായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ആർക്കും ഒരു എഗെയിൻസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. താങ്കളുടെ സ്കൂൾ കാലഘട്ടം ഞാൻ 3ാം ക്ലാസ് വരെ വെസ്റ്റ് ഹിൽ സെൻറ്റ് മൈക്കിൾസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാൽ നേരെ ക്രിസ്ത്യൻ ഹൈസ്കൂളിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സ്കൂളുണ്ട് 4ാം ക്ലാസ്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ക്രിസ്ത്യൻ ഹൈസ്കൂളിലേക്ക്. ഹൈസ്കൂളിൽ നിന്നാണ് ശരിക്ക് വന്നത്, സ്കൂൾ ടീമിൽ ഹൈസ്കൂളിൽ നിന്ന്. അവിടെ എന്ന് പറഞ്ഞാൽ 2 ഗ്രൗണ്ട് ഉണ്ട്, കോളേജ് ഗ്രൗണ്ട് ഉണ്ട്, ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഏതിൽ വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ വളർന്ന് വന്നപ്പോൾ ആ സമയത്ത് ഒരുപാട് ടോപ്പ് പ്ലേയേഴ്സിന് നമ്മൾ കാണുന്നു ബൂട്ടിട്ട് കളിക്കുന്നത്. ഞാനൊന്നും ബൂട്ടിടാത്ത സമയത്ത് ബൂട്ടിട്ട് കളിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം 60 അങ്ങനെ വന്നത്. എനിക്ക് കാലഘട്ടത്തിൽ ശരിക്കും സ്റ്റഡുള്ള ബൂട്ടുകളല്ലേ? സ്റ്റഡുള്ള ബൂട്ടാണ്. ഭയങ്കര ഡേഞ്ചറസ് ഉണ്ട്. ഒരുപാട് പഴയ പ്ലേയേഴ്സ് ഉണ്ട്. സൈഡ് നാഗജി കളിക്കുന്നപ്പോൾ നമ്മൾ പറയുന്ന നമ്മളെ സേതുവേട്ടൻ തന്നെ, ഗോളി സേതു സാറ്, CP ഉസ്മാൻ ഗോയ, പിന്നെ പഴയ താങ്കളുടെ കൃഷ്ണങ്ങളിൽ പഠിച്ച വ്യക്തികളാണ് അവരെല്ലാം? ഇല്ലല്ല, അവർക്ക് എൻ്റെ സീനിയറാണ്. ഞാൻ കളി കാണാൻ പോവുകയാണ്. കളി കണ്ടിട്ടാണ്. ഒരുപാട് പഴയ പ്ലേയേഴ്സിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതെന്ത് എങ്ങനെയെങ്കിലും അതൊന്ന് ചെയ്ത് പഠിക്കണം
ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇവരതൊക്കെ ദിവസം കണ്ട് മനസ്സിലൊരു ഒരു ഫുട്ബോളർ ആവണമെന്നുള്ളത് വേറെ ചെറുപ്പകാലത്ത് വേറെ ഒരു ഫുട്ബോളർ എന്നതിൽ കവിഞ്ഞ് ഡോക്ടർ ആവണം, എഞ്ചിനീയർ അങ്ങനത്തെ എനിക്ക് ഉണ്ടായിരുന്നു. നാവലിൽ ചേരണം എന്നുള്ളൊരു, ഷിപ്പിൽ ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഷിപ്പും ഈ ഫുട്ബോൾ അവരെ ഡ്രസ്സ്, അവരെ ഡ്രസ്സിനോട് ഭയങ്കര ഇതായിരുന്നു. വൈറ്റും തൊപ്പിയൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ, പക്ഷെ നമ്മളെ സൈസ് അതിനോട് എത്തൂലെന്ന് പിന്നെ തോന്നി. പിന്നെ അപ്പോൾ അങ്ങനെ കളിച്ച് വളർന്ന് പിന്നെ എൻ്റെ ഫസ്റ്റ് ബൂട്ട് ഞാനാണ് ഇന്ന് എൻ്റെ ബ്രദർ വിനോദ് ഫിലിപ്പ് MRC കളിക്കുന്ന സമയത്ത് ബ്രദറാണ് എനിക്കൊരു ബൂട്ട് കൊണ്ടു തന്നെ. അന്ന് വലിയ സ്റ്റഡുള്ള ബൂട്ടുകളാണ്, ആണി അടിച്ചിട്ടുള്ള. അതൊക്കെ ഒന്ന് ഭയങ്കര ഡേഞ്ചർ, പക്ഷെ ആ സമയത്ത് ഡേഞ്ചറസ് അല്ല, അതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അന്ന് മുതലേ കളിക്കാൻ തുടങ്ങി. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ തന്നെ ഉണ്ട് 2 മാസ്റ്റർമാർ, വിനോദ് മാസ്റ്റർ എന്നും പറഞ്ഞിട്ട് സനൽകുമാർ, PT മാസ്റ്റർമാർ. അവർക്ക് എൻ്റെ കളി കണ്ടിട്ട് തോന്നിയ അവരന്ന് ഈ ക്ലബ് ഫുട്ബോളിന് കളിക്കുന്ന ആൾക്കാർ. ഒരാൾ ഫുട്ബോളിന് കളിക്കുന്നതാണ്, കോട്ടോളി ലീഡേഴ്സ് എന്ന് പറയും. കോട്ടോളി ലീഡേഴ്സ്. താങ്കളുടെ ആദ്യത്തെ പരിശീലകർ ഇവരാണ്? അല്ല, എൻ്റെ പരിശീലകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ സ്റ്റേറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ജൂനിയർ കോച്ച് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ കൂത്തുപറമ്പുള്ള വെരി ഗുഡ് കോച്ച്. നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യം. പ്രത്യേകിച്ച് ഞാൻ വളരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്യാമ്പ് ജോയിൻ ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ഞാൻ പരുക്ക് പറ്റിയിട്ട് ഞാൻ പുറത്തിരുന്ന് ഞാൻ ക്യാമ്പ് ഒഴിഞ്ഞു പോകാമെന്ന് തീരുമാനിച്ച ആളെ. മതിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച, പക്ഷെ കോച്ച് നിർബന്ധിച്ചിട്ട് ഒരാഴ്ചത്തെ റെസ്റ്റ് തന്ന്, ആ റെസ്റ്റിലൂടെയാണ് അതിന്ന് വീണ്ടും ഞങ്ങൾ വളർന്നു വന്ന് അങ്ങനെയാണ് കാശ്മീരിൽ ജൂനിയർ സ്റ്റേറ്റ് കളിക്കാൻ പോയി. പിന്നെ വാശിയായി എനിക്ക് ഈ കോച്ചിനോടല്ല കോച്ച് നമുക്കത് കാര്യം തന്ന് അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അവിടെ പോയി നല്ല കളി കളിച്ച് എനിക്ക് ബെസ്റ്റ് പ്ലെയർ, ജൂനിയർ സ്റ്റേറ്റ് ബെസ്റ്റ് പ്ലെയർ, ഗോൾഡ് മെഡൽ എനിക്ക് കിട്ടി സ്കൂൾ കാലഘട്ടത്തിൽ. അതാണ് ശരിക്കും താങ്കളെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം. അതാണ് അതന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ കളിക്കാൻ തുടങ്ങി തന്നെ പറയാം ശരിക്കും. ഈ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് താങ്കൾ പിന്നെ വേറെ ഞാൻ SLC പഠിക്കുന്ന സമയത്താണ് എനിക്ക് പ്രീമിയർ ജോലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോളേജ് ജീവിതം ഇല്ല, കോളേജിലേക്ക് പോയിട്ടില്ല. നേരെ പ്രീമിയർ SLC പരീക്ഷ എഴുതുന്ന സമയത്താണ് എനിക്ക് ഓഫർ വരുന്നത്. അപ്പം പരീക്ഷ എഴുതേണ്ട, പക്ഷെ പരീക്ഷ കൂടെ എഴുതി ഒപ്പിച്ച് സംഗതി നടന്ന് അങ്ങനെ പ്രീമിയർ ടൈസിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ താങ്കളുടെ പിതാവ് ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ ഈ ചെറുപ്രായത്തിൽ പ്രീമിയർ ടൈസിൽ കളിക്കുന്നതിന് പകരം കോളേജ് വിദ്യാഭ്യാസത്തിലേക്കും അങ്ങനെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് നിങ്ങൾ ഫുട്ബോളിലേക്ക് അങ്ങോട്ട് തന്നെ നടന്നു പോയി. അത് ആണല്ലേ, മുന്നോട്ട് പോയി. അത് താങ്കൾ പ്രീമിയർ ടയർസിന് കളിച്ചതിന് ശേഷം താങ്കളുടെ ഫുട്ബോൾ ഗ്രാഫ് എങ്ങനെയാണ് ഉയർന്നത്? എൻ്റെ ഫുട്ബോൾ ഗ്രാഫ് ഞങ്ങൾ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിക്കാൻ വേണ്ടിയിട്ട് കൽക്കത്തക്ക് പുറപ്പെട്ടു. അതായത് ഈ പ്രീമിയർ ടയർസിന് ഉള്ള സമയത്ത് പ്രീമിയർ ടയർസിൽ ഞാൻ 3 കൊല്ലം വർക്ക് ചെയ്തിരുന്നു. 3 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 30 കൊല്ലം കളിച്ചൊരു പ്രതീതിയാണ് ആ ടീമിനുണ്ടായിരുന്നത്. അത്ര നല്ല ടോപ്പ് സ്റ്റാർസും ഡിസിപ്ലിനും കളീൻ്റെ കാര്യത്തിൽ അവിടുന്ന് കുറേ കളീൻ്റെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. പ്രീമിയർ ടയർസിന് പഴയ ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ചത് പ്രീമിയർ ടയർസിനാണ്, ഒരു സംശയമില്ല. കോച്ച് മിസ്റ്റർ വിജയൻ. പിന്നെ പഴയ സ്റ്റാർസുകൾ ഉണ്ടായിരുന്നു, ജാഫർ, വില്യം, CD ഫ്രാൻസിസ്, പയസ്, ഗോൾ കീപ്പർ സേതുമാധവൻ, വിക്ടർ മഞ്ഞല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്ലേയേഴ്സാണ്. സത്യം പറയുകയാണ്, അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും കൈയും കാലം പറിച്ചിട്ടുണ്ട് തന്നെ പറയാം. എന്താ പറയുക, എൻ്റെ സീനിയർ പ്ലേയേഴ്സ്, എപ്പോഴും പേര് കേൾക്കുന്ന പ്ലേയേഴ്സ്, ഇവരുടെ കൂടെ ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എങ്ങനെയാണെന്ന് അറിയില്ല. എന്തോ എൻ്റെ ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്ത അന്ന് തന്നെ ഞാൻ അവിടുത്തെ ഒരു പ്ലെയർ ഇഞ്ചേർഡായിട്ട് പുറത്ത് പോയി ഞാൻ ഗ്രൗണ്ടിലേക്ക് അന്ന് പോയിരുന്ന ഗ്രൗണ്ടിൽ ഡ്രസ്സ് ചെയ്ത് ഇരുന്ന് ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യത്തിനെന്ന് പറയാം ഒരു പ്ലെയർ ഇഞ്ചേർഡായി. ഞാൻ ഗ്രൗണ്ട് ഫീൽഡിൽ ചെയ്ത് അന്ന് ആ തൂങ്ങി പിടിച്ചതാണ്
പിന്നെ 3 കൊല്ലം ഞാൻ വിട്ടില്ല. എൻ്റെ പൊസിഷൻ റൈറ്റ് വിങ് ബാക്കാണ് ഞാൻ കളിക്കുന്നത്. താങ്കൾ എന്തുകൊണ്ട് റൈറ്റ് വിങ് ബാക്ക് മാത്രമായിട്ട് ഫോർവേഡ് ഞാൻ ഫോർവേഡ് ആയിരുന്നു. പിന്നെ ഒരു ഇതിലങ്ങനെ വന്നുപോയി, വിങ് ബാക്കായി മാറി. പിന്നെ തോന്നിയത് അതാണ് ഏറ്റവും കൂടെ ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നി വിങ് ബാക്ക്. താങ്കൾ റൈറ്റ് ലെഗിലാണോ ഏറ്റവും കൂടുതൽ? ഇല്ല, അതൊന്നുമില്ല. ആ സമയത്ത് രണ്ടിനും പരിക്ക് പറ്റിയതിൻ്റെ ശേഷമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. അതുവരെ എന്തായാലും പ്രശ്നമില്ല, ഏത് പൊസിഷനും കളിക്കാൻ തയ്യാറാണ്. സന്തോഷ് ട്രോഫി എത്ര വർഷം? സന്തോഷ് ട്രോഫി കേരളത്തിന് 2 കൊല്ലം കളിച്ച്. അപ്പം കൽക്കത്ത നാഷണലിൽ പോയ സമയത്ത് ഞങ്ങൾ ബംഗാളിലാണ് അത് ടൂർണമെൻറ്റ് നടന്നിരുന്നത്. അവിടുന്ന് നല്ല കളി കളിച്ച് ഒരുവിധം 4-5 പ്ലേയേഴ്സിനെ ഞാൻ CD ഫ്രാൻസിസ്, നജീബ്, ദിനകർ, പയസ്, നജീബ്, നജീബ്, ഈ 5 പേരെ കൽക്കട്ടക്കാർ നോട്ടട്ട് എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ച് നല്ലൊരു തുകക്ക് വേണ്ടി ക്ഷണിച്ച് ഞങ്ങൾ. അങ്ങനെ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ ഈ കൽക്കട്ട യാത്രകളൊക്കെ? എങ്ങനെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സന്തോഷ് ട്രോഫി കേരള ടീം പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, വളരെ ദുർഘടകമായ ഒരു യാത്രയാണ് അവർ ചെയ്യുന്നത്. ഇല്ല, ഞങ്ങൾ അത്രയ്ക്കും ഒരു യാത്രാ ഫെസിലിറ്റീസ് ഒന്നും അത്രയ്ക്കും പുരോഗമിക്കാത്ത കാലത്ത് ഇത്ര അവഗണന ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായില്ല. വളരെ. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ സന്തോഷ് ട്രോഫി എല്ലാവരും പറയുന്നു അവർക്ക് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ മാത്രമാണ് ഇത്രയും ദൂരം. ഞാൻ ഒന്ന് പറയാം, ശരിക്കും കായിക ശേഷിയെ നമ്മളെ സംഗതി ശരിയാണ്, ബാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥകൾ, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫുഡ്, ഇപ്പം ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ശരീരത്തിന് കേടുപാടുകൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഇപ്പം പണ്ട് ഈ മറ്റേ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഫുഡ് കൾച്ചർ മാറിയതിൻ്റെ ഭാഗമായിട്ട് അത് പ്രത്യേകത ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. പഴയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ കളിക്കാനായിട്ട് ജീവിച്ചവരാണ്. അവർക്ക് വേറെ ജോലി, അവരുടെ ഒരു മതം തന്നെ ഫുട്ബോളാണ്. അതാണ്. ഇപ്പോൾ അതൊന്നല്ല, കളി കഴിഞ്ഞാൽ അവിടെ ചുറ്റിയടിച്ച് വന്ന് എന്തൊക്കെ കിട്ടുന്നത് അതൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഒരു പ്ലെയർ അവൻ്റെ ശരീരം എങ്ങനെ കൊണ്ടു നടക്കണം അവൻ തീരുമാനിക്കണം. കോച്ച് നമ്മളെ കൂടെ റഹ്മാൻ കെ ഉണ്ടായിരുന്നത്, ടീമിൻ്റെ കൂടെ പോയത്, ടീമിൻ്റെ കൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടത് റഹ്മാൻ കെയാണ്. റഹ്മാൻ. സന്തോഷ് ട്രോഫി കോച്ച് മിസ്റ്റർ ഭരതനായിരുന്നു, കണ്ണൂരിലുള്ള മാനേജറും ഭരതനായിരുന്നു. കളി കഴിഞ്ഞ് വന്നവരാണ് റഹ്മാനൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ സൈൻ ചെയ്യിപ്പിച്ച് ഒരു കൊല്ലം ഞങ്ങളെ കോച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഭയങ്കര അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കളിച്ചതെന്നുള്ള ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെങ്ങനെയാണ്? കളിയിലാണോ നമ്മുടെ ഒരു എല്ലാം കൊണ്ടും കളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പെരുമഴയത്താണ് ഗ്രൗണ്ട് കളി നടക്കുന്നത്. ചളി എന്ന് പറഞ്ഞാൽ ശരിയായ ചളി, നമ്മളെ ബൂട്ടിൻ്റെ ഇതുവരെ കാല് പോവും, ചളിയായിരിക്കും. ശരിക്കും പുഞ്ചപ്പാടെന്ന് പറയാം. നമ്മൾ ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, കളിക്കാൻ പറ്റില്ല, നമ്മൾ ക്ലെയിം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊരു ആരോഗ്യകരമായ ഒരു രീതിയാണോ? രീതിയെന്ന് പറഞ്ഞാൽ കളീൻ്റെ ഒരു ഡിഫറെൻ്റ് അതിൻ്റെ മേലെ വരുന്നുണ്ട്. ഈ ചളി കളിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവരിപ്പം കിക്ക് ചെയ്യാൻ വിചാരിച്ചാൽ ചിലപ്പോൾ ബോൾ ഒരു സ്ഥലത്ത് വരെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്ട്രെങ്ത്ത്, നമ്മൾ എക്സ്ട്രാ എനർജിയും വേണം, സ്ട്രെങ്ത്തും വേണം അതിന് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പോയ അന്ന് ഒരു മാച്ച് കാണാൻ പോയിട്ട് അബീബ് എന്ന് പറഞ്ഞ പഴയ പ്ലെയർ ഗോൾ കീപ്പറെ ട്രിപ്പിൾ ചെയ്തിട്ട് റോൾ ചെയ്ത ബോൾ പോയിട്ട് കറക്റ്റ് ലൈനിൽ പോയി ചളിയിൽ അവിടെ പോയി നിന്ന് ഗോളായില്ല. പിന്നെയും പോയി അടിക്കുക ചെയ്തത്. അപ്പോഴാണ് അവിടെ പോയപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലായി ചളി കളിക്കുന്നത് എങ്ങനെയാണ്. പക്ഷെ ഞാനിവിടെ ചെറുപ്പത്തിലെ മഴയത്തും വെയിലത്തൊക്കെ കളിച്ച് ശീലിച്ചതിനെ കൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പെരും മഴയത്താണ് നമ്മളവിടെ കളി നടക്കുന്നത്. ഞാൻ കളിക്കുന്ന സമയത്ത് 27 ക്ലബ്ബാണ് ഉണ്ടായിരുന്നത്. 27 ക്ലബ്ബ്. അപ്പോൾ 26 കളി കളിക്കണം നമ്മൾ. ഒരു 4 മാസം 5 മാസം ഒരു കളി കഴിഞ്ഞാൽ 2 ദിവസത്തെ 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. വിശ്രമം വേണോ, അല്ലെങ്കിൽ നടക്കൂല. ആ ചളിയിലാണ് കളിക്കുന്നത്, പെരുമഴ. പിന്നെ അവിടുത്തെ കാണികളെ പറ്റി പറയുകയാണെങ്കിൽ കൊടാന്ന് പറയും, പെരും മഴയത്തും ചളിയും കൊടാന്ന് പറയുന്നവർ ഉപയോഗിക്കില്ല. മഴ മുഴുവൻ കൊണ്ടിട്ട്, സപ്പോർട്ടേഴ്സ് മഴ മുഴുവൻ കൊണ്ടിട്ടാണ് അവർ കളി കാണുന്നത്. ഏതെങ്കിലും മറക്കാനാത്ത കാണികൾ ഇപ്പോഴും വിളിക്കാറുണ്ടോ?
ഒന്ന് രണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട്. ഒന്ന് രണ്ട് പ്ലേയേഴ്സ് വിളിക്കാം. പ്ലേയേഴ്സെല്ലാം കാണികൾ വിളിക്കാറുണ്ട്. എവിടെയാണ് എന്താ കൽക്കത്ത എന്താ വരാത്തത്, നിങ്ങളൊക്കെ മറന്നു പോയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പം പറയും വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നാമത് പോകാൻ സമയം കിട്ടിയില്ല. അതാണ് പോകണമെന്ന് എപ്പോഴും ഉണ്ട്. കൽക്കട്ടയിൽ പോകണമെന്ന് എല്ലാവരും കാണണം എന്നൊക്കെ ഉണ്ട്. നമ്മൾ 10 കൊല്ലം ഞാൻ അവിടെ വളർന്നതാണ്. 10 കൊല്ലം നിങ്ങളുടെ മാരേജിന് മുമ്പ്? മാരേജിന്റെ മുമ്പായിട്ട്. മാരേജ് കഴിഞ്ഞ് 2 കൊല്ലം കൂടെ ഫാമിലി അവിടെ വർക്ക് ചെയ്തത് ബംഗാൾ കെമിക്കൽസ്. പിന്നെ ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ ജോലി രാജിവെച്ചു? എനിക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടും. അവിടെ കൽക്കട്ട കമ്പനി ആ സമയത്ത് ആലോചിച്ചില്ല. ഇവിടെ ഉണ്ട് കമ്പനി, പക്ഷെ അവിടെ 2-3 ആൾക്കാരുള്ളൂ. താങ്കൾ ബംഗാൾ കെമിക്കൽസ് നിന്ന് രാജിവെച്ചതിന് ശേഷം താങ്കൾ കേരളത്തിൽ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പ്ലാൻ എന്തായിരുന്നു? ഒരു കോച്ചാകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. അത് കേരള ടീമിന് നല്ല കുട്ടികൾക്കാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് NIS എടുക്കണം. വേറെ ജോലികളൊന്നും ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അവിടുന്ന് റിസൈൻ ചെയ്ത് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആകെ തലയേറി. ഞാൻ വിചാരിച്ചൊന്നും നടക്കൂല എന്ന് തോന്നിപ്പോയി. അങ്ങനെ പറഞ്ഞു. എന്താണ് നടക്കില്ല എന്ന് തോന്നുന്ന കാരണം? അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണോ? NIS എടുത്ത് ഞാൻ ഇവിടെ വന്നൊരു 3 കൊല്ലം ഞാൻ മിലിറ്ററി TA ബറ്റാലിയൻ കണ്ണൂരിൽ കോച്ചായിട്ട് വർക്ക് ചെയ്ത് അവിടെ നല്ലൊരു ഓഫർ തന്നിരുന്നു JC ആയിട്ട്. പക്ഷേ മിലിറ്ററിയാണ്, ഓരോ ഓഫീസേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കളിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തോന്നി. എൻ്റെ വൈഫാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തുകൊണ്ട് NIS എടുത്തൂടെയെന്ന്. അങ്ങനെ NIS എടുത്ത് ഞാൻ പോയി വന്ന് NIS പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഇന്ത്യക്ക് കളിച്ച പ്ലേയേഴ്സ് ആരും അന്ന് ഇൻ്റർവ്യൂവിന് ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് കളിച്ച ആരും ഉണ്ടായിട്ടില്ല. യൂണിവേഴ്സിറ്റി കളിച്ച പ്ലെയറും പിന്നെ ഒരു ഫീൽഡിൽ എവിടെയും കാണാത്തൊരു പ്ലെയർ. താങ്കൾ മാത്രമാണ് ഇന്ത്യ കളിച്ചിരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കളിച്ചൊരു പ്ലെയർ, പിന്നെ കുറച്ച് പേര് എവിടെയും കണ്ടില്ല. ഈവൻ സെവൻസ് ഗ്രൗണ്ടിൽ വരെ കാണാത്ത ആൾക്കാരുണ്ട്. സെവൻസ് കളിച്ചിട്ടുണ്ടില്ല അത് ഞാൻ പറയുന്നില്ല. താങ്കൾ സെവൻസ് കളിച്ചിട്ടുണ്ട്? മലപ്പുറത്ത് പോയിട്ടാണ് കളിച്ചത്? ഞാൻ ഇവിടുത്തെ കോഴിക്കോടത്തെ ടീമിന് വേണ്ടിയിട്ട്. സെവൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സെവൻസിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ആൾക്കാർ സെവൻസ് കളിച്ചാൽ ചീത്തയാന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. എന്താണ് സെവൻസ് കളിച്ചാൽ ചീത്തയാകുമെന്ന്? അതെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് അതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ കളിക്കാൻ പോലും ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല. നമ്മൾ തീരുമാനിക്കണം കഴിക്കണോ കളിക്കേണ്ടതെന്നുള്ളത്. ഞാൻ തീരുമാനിക്കണം ഞാൻ ചീത്തയാണോ വേണ്ടതെന്നുള്ളത്. അതിൽ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ സെവൻസാണ് വളരെ ഡേഞ്ചറസ്. പണ്ട് കളിച്ചൊന്ന് ഡേഞ്ചറസ് 4 മണിക്കായിരുന്നു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 9 മണിക്കായി മാറി. അപ്പോൾ ഒരു പ്ലെയർ ഇപ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് തൃശ്ശൂരോ മൂവാറ്റൂരോ അങ്ങോട്ടൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കളി കഴിയുമ്പോൾ 10-11 മണി, വീട്ടിലെത്തുമ്പോൾ 2 മണി. പിറ്റേ ദിവസം നമ്മളിവിടെ ലീഗ് നടക്കുന്നത്. ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ മെമ്പേഴ്സ് പൈസ പിരിച്ച് ടീമാക്കി കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ വരെ വന്ന് നോക്കുമ്പോൾ പന്ത് കളി വരെ കാലിലില്ല. ഉറക്കൊഴിഞ്ഞിട്ടും മുട്ടുവേദനയായിട്ടും അതുമായിട്ടും പ്രശ്നങ്ങൾ. മറ്റ് 4 മണിക്കാണെങ്കിൽ 5:30 മണിക്ക് കളി, 6 മണിക്ക് കളി കഴിഞ്ഞ് 10 മണി ഞാൻ വീട്ടിലെത്തി റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അപ്പോൾ അത് കാരണം നമ്മളെ കേരളത്തിൽ ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് കാണാമല്ല. 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴൊക്കെ ആ പ്ലേയേഴ്സിനെ പിന്നെ നമുക്ക് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? പലരും ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടുകയും അതിനുശേഷം കളിക്കളം തന്നെ വിടുകയും കളിക്കളത്തെ മറന്നു പോകുന്നൊരവസ്ഥ. അതാണ് പറയുന്നത്. ഇഞ്ചുറി കാരണം നമുക്ക് ചികിത്സിച്ച് ഭേദമായതിനു ശേഷം അവർ തിരിച്ചു വരുന്നില്ലല്ലോ. തിരിച്ച് വളരെ ചുരുക്കം പേരെ വരുന്നുള്ളൂ. അത് കളിയിനോട് അത്ര ആത്മാർത്ഥമുള്ളവർ വന്നെങ്കിലായി ഇല്ല. അപ്പം ഈ കളിയിനോടുള്ള ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു തലമുറ എന്ന് പറയുന്നത് ജോലി കിട്ടുന്നത് വരെയുള്ള ഒരു അങ്ങനെ ഒരു അത് കഴിഞ്ഞതിന് ശേഷം അവർ ഏത് ഫീൽഡിലാണെന്ന് വന്നതെന്നുള്ള ധാരണ പോലും ഇല്ലാതെ പോകുന്നുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് തന്നെ. അപ്പോൾ അവർക്ക് കൂടെ കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെവൻസിൽ നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടോപ്പുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നല്ല സംഖ്യ ഞാൻ പറയുന്നില്ല, നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ദിവസം നല്ലൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ മാസം ഒരു 3 മാസത്തോളം ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ആ 3 മാസം കൊണ്ട് നല്ല എല്ലാ പൈസ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരുണ്ട്, വെറുതെ ദൂർത്തടിച്ചവരുണ്ട്, വീട് വെച്ചവരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. വെറുതെ അടിച്ചു തീർക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു പുതിയ കളിക്കാരുടെ അപജയമാണ് ശരിക്കും. ശരി തന്നെയാണത്.
പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡ് വന്നതെന്ന് പറഞ്ഞാൽ 1 ഡേ ടൂർണമെൻറ്റ്, ഡേ നൈറ്റ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് ഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ സാമൂരിയിൽ നടന്നിരുന്നു. അത് രാവിലെ കളി തുടങ്ങിയ പിറ്റേ ദിവസം രാവിലെ കളി തീരുന്നത്. അതുകൊണ്ടാണ് ഒരുവിധം പ്ലേയേഴ്സൊക്കെ ഇപ്പം പോകുന്നത്. കൂടുതൽ പോകാൻ കാരണം അതാണ്. സെവൻസ് എന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ടീം ഇപ്പോൾ മിസ്റ്റർ രഞ്ജിത്ത് ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ്, സെക്കൻഡ് മാച്ച് ജയിച്ച്, തേർഡ് മാച്ച് കഴിഞ്ഞ്, അങ്ങനെ ഫൈനലിൽ എത്തുമ്പോൾ 5-6 കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് കളി എന്ന് പറഞ്ഞാൽ ഒരു മാച്ച് കഴിഞ്ഞാൽ 3-4 മണിക്കൂർ റെസ്റ്റ് കിട്ടി. പിന്നെ ക്വാർട്ടർ വരുന്നത് വൈകുന്നേരം 5 മണിക്ക്. രാവിലെ കളിച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ വരുന്നത് വൈകുന്നേരം 5 മണിക്ക്. പിന്നെ വരുന്നത് ലീഗ് മാച്ചാണെങ്കിൽ അങ്ങനെ ചേഞ്ചസ് വരുന്നത്. പിന്നെ സെമി വരുന്നതാണെങ്കിൽ ഒരു 12 മണി രാത്രി, മനസ്സിലായോ? ഫൈനൽ വരുന്നത് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക്, പുലർച്ചെ 6 മണിക്ക്. അപ്പോൾ ഈ ഉറക്കൊഴിച്ചിലല്ലേ വരുന്നത്. ഇത് ശരിക്കും ഒരു കളിയല്ല, ഇതൊരു തരം എന്താ പറയുക, ഒരു ഷോ ബിസിനസ് ആണ്. അങ്ങനെ ആക്കി മാറ്റം വേണമെങ്കിൽ ശരിക്കും ഇത് കളിയുടെ ഒരു മൂല്യങ്ങളും കളിയുടെ ഒരു ആത്മാർത്ഥം മാറിയിട്ട് എന്തൊരു ഷോ ബിസിനസ്സായി മാറുന്ന അവസരത്തിലാണ്. അത് ഡേ മാത്രമാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അത് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ വെറുതെ നിന്നാൽ നമ്മളെ ബോഡി സെറ്റ് ചെയ്യുന്ന സർക്കുലേഷൻ വരുന്നത്. ഡേ എന്ന് പറഞ്ഞാൽ രാത്രി 6 മണിക്ക് ശേഷം നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പോയിരിക്കുക. അപ്പോൾ ഒന്നുമില്ല, പിന്നെ നമ്മൾ ഉറക്കൊഴിഞ്ഞ് വന്ന് കണ്ണും തുറന്ന് പിടിച്ചിട്ടാണ് ഗോൾ കീപ്പറാണെങ്കിൽ തീരെ കാണൂല ഉറക്കൊഴിഞ്ഞിട്ട്. മറ്റേ ഓടി കളിച്ച് വരുമ്പോൾ ടയർഡ്നെസ് തന്നെ. അതിൻ്റെ കൂടെ തന്നെ ഇവർ ചെയ്യുന്ന ഈ 5 കളീൻ്റെ കൂടെ തന്നെ വേറെ എവിടെയും കളിയുണ്ട്, അതും പോയി കളിക്കുക, മനസ്സിലായില്ലേ? അതും കൂടെ കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 1-2 കൊല്ലം കൊണ്ട് ഇവർക്ക് കിട്ടുന്ന പൈസ ഇഞ്ചുറീസ് പരിക്ക് മാറ്റാനുള്ള പൈസയായി തീരുള്ളൂ. ഒന്നാകുന്നില്ല. അപ്പോഴത്തേക്ക് 2-3 കൊല്ലം കൊണ്ട് ഒരു പ്ലെയറെ വിചാരിച്ചവർ കാണൂല. അതാണ് പല കളിക്കാരും ഈ കളിക്കളം വിട്ടു പോകാൻ കാരണം. ഡേ മാത്രമാക്കിയിട്ട് നൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണത്. ഞാൻ ഇതിനോട് ഭയങ്കര അഗേൻസ്റ്റാണ്. എനിക്ക് സത്യം വരാണ് വിഷമമാണ് തോന്നുന്നത്. ഓരോ നല്ല നല്ല പ്ലേയേഴ്സിനെ നമ്മളെ മുന്നിൽ കാണുന്ന ഇവൻ വളരുന്നു തോന്നുന്ന പ്ലേയേഴ്സ് 2 കൊല്ലം കൊണ്ട് എവിടെയോ പോയി നിർത്തി. എന്തേ പറ്റി പോയി മുട്ടിന് പേർക്ക്? ഇത് കാരണമാണ്. ഉറക്കം കഴിഞ്ഞിട്ട് ഒരു 5-6 ടൂർണമെൻറ്റ് കളിക്കുകയാണെന്ന സീസണിൽ എത്ര ടൂർണമെൻറ്റ് ഇപ്പോൾ ഏത് വയലിൽ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും കാണും. അത് താങ്കൾ എപ്പോഴും ആദ്യമായിട്ട് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്? 1977. അത് ടെഹ്റാനിൽ വെച്ചിട്ടായിരുന്നു കളി നടന്നിരുന്നത്. ടെഹ്റാനിൽ വെച്ചിട്ട് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ തോറ്റത് ഇറാനോട്. നമ്മൾ ഓപ്പോസിറ്റ് ജാംഷദ് നസീർ, ഇപ്പം ഇവിടെയുള്ള മജീദ് ഹുസൈൻ 2 പേര് നമുക്ക് അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. നല്ല ടീമായിരുന്നു. ഗ്രൗണ്ടും ബെസ്റ്റ് ഗ്രൗണ്ടായിരുന്നു. ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ അവിടെ പോയ ഗ്രൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കുന്നല്ലാണ്ട് നേരിട്ട് കണ്ടറിഞ്ഞ നമ്മൾ എത്ര വെൽവെറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുന്ദരം. നമ്മൾ കുറച്ച് നേരം 10 മിനിറ്റ് നമ്മുടെ ടീം പ്ലേയേഴ്സ് മുഴുവൻ അവിടെ കിടന്നിട്ടുണ്ട്. അത്ര അധികം വെൽവെറ്റ് എന്ന് തന്നെ പറയാം, അത്ര സൗകര്യമായിട്ട്. പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയില്ല ഇപ്പോൾ യൂറോപ്യൻ കളിക്കാരൊക്കെ ഭയങ്കര നല്ല കളി കളിക്കുന്നുണ്ട്. കാരണം കൂടെ അതാണ് ഗ്രൗണ്ടിൻ്റെ വ്യത്യാസം. പിന്നെ നമ്മളിവിടെ പോയി കൽക്കട്ട കാലാവസ്ഥ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ബൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മളിവിടുന്ന് കൽക്കട്ട ബൂട്ടായിട്ട് പോയത് അവിടെ അലൗഡല്ല, സ്റ്റഡ് അലൗഡല്ല. അപ്പോൾ നമ്മൾ സ്ക്രൂ സ്റ്റഡ് ബൂട്ട് അത് വാങ്ങി കളിച്ച്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതിൻ്റെ കാലാവസ്ഥ വേറെ, ബൂട്ട് വേറെ, ഗ്രൗണ്ട് വേറെ, ബോൾ വേറെ, അഡിഡാസ് ബോൾ, ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ. എല്ലാം കൂടെ കാണുന്നത് സ്പോർട്സ് കോംപ്ലക്സ്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫോറിൻ ടീമായിട്ട് കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ ഒരു തരം കോൺഫിഡൻസ് പോകുന്ന അവസ്ഥ ഉണ്ട്. ഈ ഒരു സന്നാഹങ്ങളും ഈ ഒരു ഫെസിലിറ്റിയൊക്കെ കാണുമ്പോൾ നമ്മളാകെ അയ്യോ അത് തോന്നിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ഇന്ത്യൻ കളിക്കാരും ഒരു പക്ഷേ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അത് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മൾ ഇവിടുത്തെ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ഡിഫറെൻ്റാണ്. എല്ലാം ഫുൾ സെറ്റപ്പിലാണ് പോണത്. ഒന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വന്ന് കറക്റ്റ് സെറ്റപ്പ്. അതിനുള്ള ലോക്കൽ മാനേജേഴ്സ്, ബോള് നമ്മൾ ഒരു 2 ബോളിന് അഡിഡാസ് ബോളിന് ചോദിച്ചത് നമ്മൾ അവിടുന്ന് ഒരു ചാക്ക് ബോളായിട്ടാണ് അവിടുന്ന് വന്നത്. ഒരു ചാക്ക് ബോൾ ഫുൾ കാറ്റടിച്ചിട്ട് അയാൾ ലോക്കൽ മാനേജർ വന്ന് ഒരു ലേഡി ഉണ്ടായിരുന്നു. 2 പേരും കൂടെ ഞങ്ങൾ അത് എന്തെല്ലാമൊക്കെ ചെയ്തു തരാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ കളിക്കളത്തിൽ വെച്ച് മറക്കാനാവാത്ത ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ?